ഹലോ ഗായ്സ്, തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങി ആദ്യം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കുത്തബ് മിനാറിലേക്കാണ്. ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിനകത്ത് തന്നെ മെട്രോ സ്റ്റേഷനുണ്ട്. ആ മെട്രോ സ്റ്റേഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിനകത്തുനിന്ന് കുത്തബ് മിനാർ സ്റ്റേഷനിലേക്ക് നമുക്ക് മെട്രോ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഡൽഹിയിൽ വന്നിറങ്ങിയ ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും ഡൽഹി എക്സ്പ്ലോർ ചെയ്യാൻ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കുത്തബ് മിനാറിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ കൊണ്ടാക്കിയ മെട്രോ പോകുന്നുണ്ട്. ബൈ ബൈ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഓട്ടോ പിടിച്ച് കുത്തബ് മിനാറിലേക്ക് പോകണം. അതിനുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. ഓട്ടോയോ ഊബറോ ഇഷ്ടമുള്ളത് ബുക്ക് ചെയ്യാം. ഞങ്ങൾ ഓട്ടോയാണ് ബുക്ക് ചെയ്തത്. ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഒരാൾക്ക് 20 രൂപ വെച്ച് നമ്മളെ കൊണ്ടാക്കും. ഇതാണ് ഓട്ടോ. ഞാനിവിടെ ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്, അവർ 3 പേരും പുറകിൽ. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന എൻട്രി ടിക്കറ്റ് കിട്ടുന്ന സ്ഥലം. ഇവിടെ എൻട്രി ടിക്കറ്റ് കിട്ടും. പിന്നെ ഒരു ഹോട്ടലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലഗേജൊക്കെ വയ്ക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കാണ് എത്തിയത് ഫ്ലൈറ്റ്. അപ്പോൾ അത് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് തുടങ്ങാം എന്ന് കരുതി നമ്മളൊരു ഹോട്ടലിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ രാജ്മ ചാവലും ബടാപ്പാവും പിന്നെ അതുപോലെ തന്നെ ചോള ഭട്ടൂല, ഇത് 3 നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അത് കഴിച്ചിട്ട് കുത്തബ് മിനാറിലേക്ക് കയറാനുള്ള ഒരു പരിപാടിയിലാണ്. എല്ലാം വളരെ അടിപൊളിയായിരുന്നു. പിന്നെ ഡൽഹിയിൽ എവിടെ ചെന്നാലും നമുക്ക് ഇതുപോലെയുള്ള ബേൽപൂരി കടകൾ കാണാൻ പറ്റും. പാനിപ്പൂരി, ബേൽപൂരി കടകൾ. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ എടുത്ത ടിക്കറ്റ് നമുക്കിവിടെ കാണിക്കാം. നോർമലി നമ്മൾ അവിടെ തിരക്കാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം അവിടെ ക്യൂവിൽ നിൽക്കുകയൊന്നും വേണ്ട, നേരെ ടിക്കറ്റ് എടുത്തിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കുത്തബ് മിനാറിൻ്റെ കോംപ്ലക്സിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നാൾ നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിൽ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള കുത്തബ് മിനാർ അങ്ങനെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. പിന്നെ ഇതൊരു ഗാർഡനാണ്. ശരിക്കും കുത്തബ് മിനാറിനകത്തുള്ള കുത്തബ് കോംപ്ലക്സ് നമ്മൾ എത്തിയിട്ടില്ല, കുറച്ചും കൂടെ അകത്താണ്. അപ്പോൾ ഈ ഒരു ഗാർഡനകത്തോട്ട് പോയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് എത്താനായിട്ട്. 1993 ലോക പൈതൃക പട്ടികയിൽ ഇടനേറിയ കുത്തബ് മിനാറിനുള്ളിൽ ധാരാളം കാര്യങ്ങൾ കാണാനും കണ്ട് മനസ്സിലാക്കാനും ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുത്തബ് മിനാർ തന്നെയാണ്. അത് കഴിഞ്ഞാൽ ക്വാത്തുൽ ഇസ്ലാം മോസ്ക്, പിന്നെ അതുപോലെ ഇൽത്തുമിഷ് ടോംബ്, പിന്നെ അലൈ ദർവാസ, അലൈ മിനാർ, പിന്നെ സെയിൻറ്റ് ബക്തിയാർ കാക്കയുടെ ഖബറിസ്ഥാൻ തുടങ്ങിയ മോണുമെൻറ്റ്സ് ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് മെഹ്റൂലി അയൺ പില്ലറുണ്ട്. അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. നമുക്ക് ആദ്യം തന്നെ കുത്തബ് മിനാറിനെ പറ്റി നോക്കാം. ഇന്ത്യയിലെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റോൺ ടവറാണ് കുത്തബ് മിനാർ. ഏകദേശം 72.5 മീറ്റർ ഹൈറ്റിൽ നിൽക്കുന്ന ഇത് ഒരു ലോക മഹാത്ഭുതം തന്നെയാണ്. 1196 ഡൽഹി സുൽത്താനേറ്റിലെ അടിമവംശത്തിലെ രാജാവായ കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ നേതൃത്വത്തിലാണ് കുത്തബ് മിനാറിൻ്റെ പണി ആരംഭിക്കുന്നത്. ആദ്യത്തെ നില പണിതതിന് ശേഷം അദ്ദേഹം അന്തരിക്കുകയും പിന്നെ 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും നില പണിതത് അടിമവംശത്തിലെ തന്നെ രാജാവായ ഇൽത്തുമിഷാണ്. അതിനുശേഷം ഏറ്റവും അവസാനത്തെ നില, അതായത് 5ാമത്തെ നില പണി കഴിപ്പിച്ചത് തുഗ്ലക് വംശത്തിലെ ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അലൈ ദർവാസയാണ്. ഇത് 1310 അലാവുദ്ദീൻ ഖിൽജി വംശത്തിലെ രാജാവായ അലാവുദ്ദീൻ ഖിൽജിയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചതാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു വാതിലാണ്. ഇതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാർബിൾ കാർവിങ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ റെഡ് സാൻഡ്സ്റ്റോണിലും കാർവിങ്സ് നമുക്ക് കാണാം. എത്രത്തോളം മഹത്തരമാണ് അന്നത്തെ വാസ്തുവിദ്യ കല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട അലൈ ദർവാസയുടെ പുറം ഭാഗമാണ്. പിന്നെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇമാം ജമീൻ്റെ ഒരു ശവകുടീരം കാണാം. ഇത് നമ്മുടെ തീമാണ്. ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും. ഇതാ ടോമ്പിനുള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോമ്പ് മാത്രമേ നമുക്കിപ്പം ക്ലിയർ ആയിട്ട് ടോമ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഒരുവിധം നശിച്ചു പോയ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ക്വാത്തുൽ ഇസ്ലാം മോസ്കിൻ്റെ അവശിഷ്ടങ്ങളാണ്. ബാക്കി ഈ റിമൈനിങ്സ് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ഇതിനകത്ത് നമുക്ക് മെഹ്റൂലി അയൺ പില്ലർ കാണാം. പിന്നെ അവിടെ തന്നെ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി അദ്ദേഹത്തിൻ്റെ സ്മരണ ശവകുടീരവും നമുക്ക് കാണാൻ പറ്റും. ടോംബ് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ കുത്തബ് മിനാർ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കുത്തുബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ചതാണിത്. അടുത്തതായി നമ്മൾ കാണുന്നത് ലോകപ്രസിദ്ധമായിട്ടുള്ള മെഹ്റൂലി അയൺ പില്ലറാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇതൊരിക്കലും തുരുമ്പെടുക്കത്തില്ല. ഇത് ഗുപ്ത രാജവംശത്തിലെ മഹാനായ രാജാവായ ചന്ദ്രഗുപ്ത സെക്കൻഡ്, അതായത് വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിലെ ഹരിസേന രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള
ഒരു ശാസനമാണ്. അത് പിന്നീട് തോമർ രാജവംശത്തിലുള്ള അനംഗപാൽ അദ്ദേഹം ഡൽഹിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ ഫോട്ടോയൊക്കെ എടുക്കാനുള്ള ഒരുപാട് സ്പേസ് ഈ കോംപ്ലക്സിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ ആർച്ചൊക്കെ കാണാൻ പറ്റും. ഈ ആർച്ചെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഡൽഹി സുൽത്താനേറ്റാണ്. ഇതിന് മുമ്പ് വരെ നമ്മൾ ലിൻഡിലാണ് പണി ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയൊക്കെ ഭടന്മാരൊക്കെ നിന്നിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം. ഇതെപ്പോൾ വന്ന് ഇനി എന്തായാലും നമുക്ക് കോട്ട ചുറ്റി കാണാം. ഇനി അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഫീച്ചേഴ്സൊന്നുമില്ല. എല്ലാം ഈ കാണുന്നതെല്ലാം ഓരോ ടോംബുകളാണ്. അതൊന്നും ഇപ്പം അവശേഷിക്കുന്നില്ല. ഇതിൻ്റെ ഒരു അവശിഷ്ടം മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. ശരിക്കും മുന്നേ ഇതിങ്ങനെയൊന്നും അല്ലായിരുന്നു ശരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും സമയമുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ചുറ്റി കാണുന്നതിനിടയ്ക്ക് നമുക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ഈ കുത്തുബുദ്ദീൻ ഐബക്ക് ഇവിടുത്തെ രാജാവാകുന്നത്, ഡൽഹിയിൽ സുൽത്താനായിട്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മുഹമ്മദ് ഗസ്നിയുടെ പിന്മുറക്കാരനായിട്ട് വന്ന മുഹമ്മദ് ഗോറിയാണ് നമ്മുടെ കഥയിലെ നായകൻ. അപ്പോൾ അദ്ദേഹം 1194 ടെറൈൻ ബാറ്റിൽ, സെക്കൻഡ് ടെറൈൻ ബാറ്റിൽ പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിച്ച് ഡൽഹിയിൽ അധികാരം പിടിച്ചെടുക്കുന്നുണ്ട്. അമ്മയും അച്ഛനുമാണ്. അങ്ങനെ നമുക്ക് ചരിത്രത്തിലേക്ക് വരാം. അങ്ങനെ അധികാരം പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ചു പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് പ്രശ്നമായപ്പോൾ, അതായത് അഫ്ഗാനിസ്ഥാൻ പ്രവിശ്യയിൽ പ്രശ്നമാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടിമയായിട്ടുള്ള കുത്തുബുദ്ദീൻ ഐബക്കിനെ ഭരണമേൽപ്പിച്ചാണ് പോകുന്നത്. അപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ കഥയാണ് നമ്മൾ ശരിക്കും ഡൽഹി സുൽത്താനേറ്റിൻ്റെ കഥയായിട്ട് പഠിക്കുന്നത്. ഇവിടെ ജയിലൊക്കെ ഉണ്ട്. അപ്പം ജയിലല്ല, ആക്ച്വലി അത് ജയിൽ പോലെ തോന്നുകയാണെങ്കിൽ അത് മുകളിലോട്ട് ആരും കയറ്റി വിടാതിരിക്കാനായിട്ട് അടച്ചേക്കുന്നതാണ്. ഇനി ബാക്കി നോക്കാം. അങ്ങനെയാണ് അടിമവംശം വരുന്നതും അടിമവംശത്തിന് ആ പേര് കിട്ടുന്നതും. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞ് വന്ന എല്ലാ രാജാക്കന്മാരും, അത് അടിമവംശത്തിൽ തന്നെ ആവണമെന്നില്ല, അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഖിൽജി വംശത്തിൽ അലാവുദ്ദീൻ ഖിൽജി, അത് കഴിഞ്ഞിട്ട് തുഗ്ലക് വംശത്തിൽ ഫിറോസ് ഷാ തുഗ്ലക്, എല്ലാവരും ഇതിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിർമ്മിതിയാണ്. പക്ഷേ അത് കംപ്ലീറ്റ് അല്ല. അതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. അത് വേറൊന്നുമല്ല, അലൈ മിനാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിനാറാണ്. അലാവുദ്ദീൻ ഖിൽജി പണി കഴിപ്പിക്കാൻ ശ്രമിച്ച ഒരു മോണമെൻ്റാണിത്. അതായത് നമ്മുടെ കുത്തബ് മിനാറിൻ്റെ ബേസിനേക്കാളും ഒരു ഇരട്ടിയും കൂടെ വരും ഇതിൻ്റെ ഒരു ബേസ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുത്തബ് മിനാറിൻ്റെ ഒരു ഇരട്ടിയും കൂടെ ഹൈറ്റിൽ അദ്ദേഹം പണിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് പിന്നീട് ആ പണി നടന്നില്ല. അതിൻ്റെ ബേസ് ഒന്നാമത്തെ നിലയുടെ പകുതി എത്തിയപ്പോൾ തന്നെ പണി നിലച്ചു. അപ്പോൾ ആ സ്മാരകം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമുക്കത് ചുറ്റി ഒന്ന് നോക്കാം. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി വേറെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഈ അലൈ ദർവാസ, അതൊക്കെ പുള്ളിയാണ് ചെയ്തത്. നല്ല രീതിയിൽ പേർഷ്യൻ ഇസ്ലാമിക് കലാവിരുദ്ധം നമുക്കതിൽ വളരെ അത്ഭുതകരമായിട്ട് പ്രകടമായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളതും കണ്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് കുത്തബ് മിനാറിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്ത് വരാൻ ശ്രമിക്കുക. കാര്യം ചില സമയത്ത് ഇവിടെ ക്യൂ ആണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കേണ്ടി വരും. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെട്രോ ട്രെയിൻ എപ്പോഴും അവൈലബിൾ ആണ്. നമുക്ക് ന്യൂഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് മെട്രോ ട്രെയിൻ എപ്പോഴും ഇതിൽ വഴി ഉണ്ടാവും. അപ്പോൾ മെട്രോ ട്രെയിൻ പിടിച്ച് വരുന്നതാണ് ലാഭം. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ, 4 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഊബർ ടാക്സിയൊക്കെ വിളിച്ച് വരാം. പക്ഷേ മെട്രോ സർവീസ് അവൈലബിൾ ആണ്. അങ്ങനെ കുത്തബ് മിനാർ കണ്ടിറങ്ങി നമ്മളടുത്ത് സരോജിനി മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 8-9 കിലോമീറ്റർ ഉണ്ട്. ഓട്ടോയിൽ തന്നെ പോകാമെന്ന് വെച്ചു.